പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുന്ന 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ ആഭ്യന്തര മന്ത്രാലയം മാർച്ച് 11 വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഇതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ മതപീഡനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം ലഭിക്കും എന്നാണ് അമിത് ഷാ പറഞ്ഞത്. എന്നാൽ CAA വിജ്ഞാപനം പുറത്തിറക്കിയതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉയരുകയാണ് ഉണ്ടായത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും ആഞ്ഞടിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധത്തിന്റെ രൂപം അക്രമാസക്തമായി. ഡൽഹിയിലെ ഷഹീൻ ബാഗ് പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി. തുല്യ പരിഗണനയാണ് ഭരണഘടനയുടെ വാഗ്ദാനമെന്നിരിക്കെ വിവേചനം നിയമവിധേയമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം കൂടുതൽ ഗൗരവമാനം കൈവരിക്കുന്നു. ബഹുസ്വരതയുടെ ആണിക്കല്ലായ മതനിരപേക്ഷതയാണ് CAAയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന ആശങ്കയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. വിവേചനം വ്യവസ്ഥാപിതമാവുകയാണോ എന്ന ചോദ്യത്തോടൊപ്പം ദേശീയ ജനസംഖ്യ രജിസ്റ്ററും അതായത് NPR, ദേശീയ പൗര രജിസ്റ്ററും അഥവാ NRC സംബന്ധിച്ച ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇനി എന്താണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് നോക്കാം. ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ് 2019 രാഷ്ട്രപതി ഒപ്പുവെച്ച പൗരത്വ നിയമ ഭേദഗതി അഥവാ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് അഥവാ CAA. ഭേദഗതി പ്രകാരം 2014 ഡിസംബർ 31 മുൻപ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും മതവിദ്വേഷം കാരണം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ട് എന്ന നിയമത്തിൽ പറയുന്നുണ്ട്. കുറഞ്ഞത് 6 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കണമെന്നാണ് നിബന്ധന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴത്തെ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിലാണ് ആശങ്ക. ഇത്തരത്തിൽ പൗരത്വ വ്യവസ്ഥകൾ ഉണ്ടാക്കുമെന്നത് 2019 BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും നിശ്ചയിച്ചത് നടപ്പാക്കുമെന്നത് തന്നെയാണ് ഈ വിജ്ഞാപനത്തിലൂടെ സർക്കാർ പറയാതെ പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമം നടപ്പാക്കുന്നതെന്നും പറയാം. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. മതനിരപേക്ഷ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നുവെന്നതാണ് നിയമത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ആളിക്കത്തുന്നത്. നിയമത്തിൽ മുസ്ലിം മതവിഭാഗത്തെ ഒഴിവാക്കിയതാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. ഇത് മതവിവേചനപരമാണെന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന് വിരുദ്ധമാണെന്നുമാണ് വിമർശകർ പറയുന്നത്. എന്നാൽ 3 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമാണെന്നും മുസ്ലിങ്ങൾക്ക് അവിടെ മതവിദ്വേഷം നേരിടുന്നില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഭേദഗതിക്കെതിരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധമുണ്ടായി. പൗരത്വം ലഭിക്കുന്നവർ തങ്ങളുടെ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി നാട്ടുകാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് അവിടുത്തെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യ പ്രമേയം പാസാക്കുകയും സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്ത കേരളം തുടർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. നിലവിലുള്ള ഹർജി വീണ്ടും പരാമർശിക്കാനോ പുതിയ ഹർജി നൽകാനോ ആണ് നീക്കം. പൗരത്വ ഭേദഗതി വിജ്ഞാപനം ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തി അളക്കാനുമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം ഇറക്കിയതും മുസ്ലിം വിഭാഗത്തെ ഒഴിച്ചു നിർത്തിയതും ഭരണഘടനയുടെ 14, 21, 25 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൗരത്വ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് നിയമവിരുദ്ധമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. ഇപ്പോഴത്തെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് തെളിഞ്ഞാൽ നൽകിയ പൗരത്വം പിൻവലിക്കേണ്ടി വരുമെന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലീഗ് ഹർജി നൽകും. മതനിരപേക്ഷ ഭരണഘടനയുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പൗരത്വാവകാശത്തിന് മതം പ്രധാന ഘടകമാകുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന ആരോപണത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. തുല്യാവകാശത്തെ ഹനിക്കുന്ന നിയമം ഗുരുതരമായ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴി തെളിക്കുമെന്നതിൽ തർക്കമില്ല.
CAA ചോദ്യം ചെയ്യുന്ന ഏകദേശം 250 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിന് ഭരണഘടനാപരമായി സാധ്യതയുണ്ടെന്ന സുപ്രീം കോടതി വിധിക്കുന്ന പക്ഷം മതം മാത്രം മാനദണ്ഡമാക്കുന്ന മറ്റു പല നടപടികളും അതിനു പിന്നാലെ ഉണ്ടായേക്കാമെന്ന ആശങ്ക അതീവ ഗൗരവമുള്ളതാണ്. CAA നിയമം ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താനുമുള്ളതാണോ? തുല്യാവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമല്ലേ ഇത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ കൃത്യമായ ഭാഗം തന്നെ. ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുന്നത് ഏറ്റവും വലിയ തെറ്റും. കേന്ദ്രത്തിന്റെ നീക്കം മാനവികതയോടും രാജ്യത്തിന്റെ പൗരത്വത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയല്ലേ? ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ ഈ കാണിക്കുന്നതൊക്കെയെന്ന് പറയാതെ വയ്യ. പൗരത്വ ഭേദഗതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തും ഇന്ത്യയിലും ഒട്ടാകെ വ്യാപക പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.